നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളതും നമ്മൾ അറിയുന്നതും സ്തുതി ചൊവ്വാകപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ ഉടമകളാണ് നാം. സഭയെ പിതാക്കന്മാര് പരദീസയോടും ഉദ്യാനത്തോടും ഒക്കെ തുലനം ചെയ്തിട്ടുണ്ട്, സാധർമ്യപ്പെടുത്തിയിട്ടുണ്ട്. ഭാഗ്യങ്ങൾ പൂർണ്ണമായ പരദീസ, ഒരു ഉദ്യാന സമാനമായ ഒരു അനുഭവം. ഈ പൂന്തോട്ടത്തിൻ്റെ അഴകും ഭംഗിയും ഒക്കെ പലർക്കും ആകർഷിക്കത്തക്കതും പലരെയും അധികം ആകർഷിക്കത്തക്ക രീതിയിലുള്ളതായ അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുന്നതുമാണ്. വിശുദ്ധന്മാരുടെ സഹോദരരുടെ അസ്ഥികൾ, പൂജാപീഠം, മാമോദീസ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഈ സഭയുടെ പൈതൃകങ്ങളുടെ ഏറ്റവും കാതലായ അംശങ്ങളാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആദിമകാലം മുതൽ സഭാ ജീവിത അനുഭവങ്ങളില് വഴക്കുകളും തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ചില കാലങ്ങളിൽ വിജാതിയായിട്ടുള്ള അവരുടേതായ പോരാട്ടങ്ങളാണ് സഭയ്ക്കുണ്ടായതെങ്കിൽ പിൽക്കാലങ്ങളിൽ വേദവിപരീതികളുടേതായ ഒത്തിരിയേറെ പരീക്ഷണങ്ങൾ സഭയ്ക്ക് ഉണ്ടാകുകയും പിതാക്കന്മാരൊക്കെ പ്രാർത്ഥനാപൂർവ്വം അതിനെയൊക്കെയും അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സമീപകാലത്ത് മലങ്കര സഭയുടെ ഉള്ളിൽ നിന്ന് സഭയ്ക്കുണ്ടായിട്ടുള്ളതായ പീഡനങ്ങളും പ്രതിസന്ധികളും വളരെയേറെ രൂക്ഷമാണ്. 1950-കളില് നമ്മുടെ സഭയുടെ കേസിൽ നമുക്ക് പരാജയമുണ്ടായപ്പോൾ അന്നത്തെ പരിശുദ്ധ ബാവാതിരുമേനി ബാവാതിരുമേനി സഭാമക്കളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്: ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. വെള്ളിയാഴ്ച കുരിശിക്കപ്പെട്ട സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും. തിരുമേനിയുടെ വാക്കുകൾ അക്ഷരം പ്രതി അന്വർത്ഥമായി തീരുകയാണ് ചെയ്തത്. 1958-ൽ സഭയ്ക്ക് സമ്പൂർണമായ വിജയമുണ്ടായി. അത് 1995-ലും അതേ വിജയം ആവർത്തിക്കപ്പെട്ടു. പരിശുദ്ധ മാർ തോമസ് ശ്ലീഹായുടെ സിംഹാസനത്തെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും ഒക്കെയുള്ള സംശയങ്ങളുടെ കാറ്റുകർത്തിക്കൊണ്ട് 70-കളില് ചില വിവാദപരമായ കൽപ്പനകൾ കടന്നു വരികയുണ്ടായി. അതുമുതലാണ് ഈ ആധുനിക കാലഘട്ടത്തില് സഭയിൽ അസ്വസ്ഥതകൾ പടർന്നു വർദ്ധിച്ചത്. എന്നാൽ ആർക്ക് പട്ടത്തുമില്ലെന്ന് പറഞ്ഞു ആ പരിശുദ്ധനായ മാർ തോമസ് ശ്ലീഹായുടെ ദുഃഖോന പെരുന്നാളിൽ ഈ 2017-ൽ ഭാരതത്തിന്റെ പരമോന്നത പീഠമായ നീതിപീഠത്തിൽ നിന്നും സഭയ്ക്ക് ഒരു വിധി തീർപ്പുണ്ടായി. ഇത് തീർത്തും ഈ സഭ 1934-ലെ ഭരണഘടന പ്രകാരം ഭരിക്കേണ്ടതാണ് എന്നുള്ളതായിരുന്നു. പരിശുദ്ധനായ പട്ടശ്ശേരി തിരുവേലിയെ പോലുള്ള ക്രാന്തദർശികളായ പിതാക്കന്മാർ രൂപകൽപ്പന ചെയ്ത ആ ഭരണഘടനയെ അപ്പാടെ ഇവിടുത്തെ നീതിപീഠം, പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും സഭയുടെ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. വടക്കൻ പ്രദേശങ്ങളിൽ സഭയ്ക്ക് ആത്മീയമായ നല്ല നേതൃത്വം നൽകി ഈ പ്രതിസന്ധികളിലൊക്കെ സഭയെ കരം പിടിച്ചുയർത്തുവാൻ ഏറ്റവും ശക്തനായി നിലകൊള്ളുന്ന അഭിവന്യ മത്യൂസ് മാർ സെവരിയൂസ് തിരുവേനി കോട്ടയം ഭദ്രാസന അംഗമാണ്. സഭയുടെ എപ്പിസ്കോപ്പൽ സിനോദോസിന്റെ സെക്രട്ടറിയായി സമീപകാലം വരെ തിരുവേനി
തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ പ്രതിസന്ധിപൂർണമായ കേസുകളുടെയും വഴക്കുകളുടെയും ഒക്കെ കാര്യങ്ങളിൽ വ്യക്തമായ കാര്യങ്ങളുടെ ബോധ്യത്തോടുകൂടി നടത്തിപ്പുകൾ ഉണ്ടായത്, അതിനുവേണ്ടി ചുമതലപ്പെട്ടത് അഭിമന്യ തിരുമേനിയാണ്. അന്ന് തിരുമേനിയാണ് ഇന്നേ ദിവസം നമുക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് നമുക്ക് വേണ്ടി അനുഗ്രഹ സന്ദേശം നൽകിയത്. ഇനിയും ഈ യോഗത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അന്യ തിരുമേനി തന്നെയാണ്. ഹൃദയപൂർവ്വം അന്യ തിരുമേനിയെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് പ്രഭാഷണം നടത്തുവാൻ തക്കവണ്ണം വലിയ വൈദികർ ചിലരൊക്കെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കറിവുള്ളതുപോലെ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് പള്ളികളിലെ ആരാധന കഴിഞ്ഞിട്ട് വേണം അവരൊക്കെയും കടന്നു വരുവാൻ. ആ നിലയിൽ അല്പ താമസം അവർ കടന്നു വരുന്നതിന് ഉണ്ട് എന്നുള്ളത് അറിയിക്കട്ടെ. ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് കോട്ടയം ഭദ്രാസനത്തിന്റെ ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് വർഗീസ് കാവുകലച്ചനാണ്. അച്ഛന് ഈ പള്ളിയുടെ വികാരി കൂടിയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വള്ളിക്കാട് വേറായിലെ വന്യനായ റംബാച്ചൻ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. റംബാച്ചനെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സി ജോൺ ചെറുത്തിലാട്ടച്ചനും നമ്മുടെ ഇടവകയുടെ മുൻ വികാരിയാണ്. ഇപ്പോൾ സഭയുടെ സമാധാന സമിതിയിൽ ഉൾപ്പെട്ടയാളാണ്. അച്ഛനെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വേണ്ടി സന്ദേശം നൽകുന്ന മറ്റൊരു വ്യക്തി ഡോക്ടർ എം കുര്യൻ തോമസ്, മണർകാട് വടക്കൻമഴൂർ പള്ളി ഇടവകാംഗം. അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരനും ഗവേഷകനും സഭയ്ക്ക് വേണ്ടി ഇന്നത്തെ കാലയളവിൽ ധാരാളം ലേഖനങ്ങളുമൊക്കെയും എഴുതി സഭയെ സമ്പുഷ്ടമാക്കുന്ന വ്യക്തിയാണ്. ഏറെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആത്മായ വേദിയിലെ സഹോദരങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ഏറെ താല്പര്യപ്പെടുകയും ഉത്സാഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇന്നത്തെ യോഗത്തിന്റെ നന്ദി പ്രകാശനം നടത്തുന്നത് ശ്രീമാൻ തോമസ് ചാണ്ടി അവറുകളാണ്. ഇവിടെ ഓരോരുത്തർ മേൽശായം വന്നിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് കടന്നു വരണം. ബഹുമാനപ്പെട്ട കെ വി ഏബ്രഹാം കൊടുവത്ത് ഇന്ന് ദിവസത്തെ ഈ യോഗത്തിന് അഭിമന്യ തിരുമേനിക്ക് ഹാരാർപ്പണം നടത്തുന്നു. യോഗ നടപടികൾ ഇപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാര് വരുന്നതായ മുറയ്ക്ക് അവരും ഈ യോഗത്തിന് പങ്കുകൊള്ളും. എന്നാൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടക്കുന്ന ഒരു സമ്മേളനം എന്ന നിലയിൽ മുഖ്യ പ്രഭാഷണം അഭിമന്യ തിരുമേനി നടത്തുന്നതൊഴികെ ബാക്കിയുള്ള എല്ലാ പ്രസംഗങ്ങളും 5 മിനിറ്റിൽ കവിയാതെ ആയിരിക്കണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. ആ കാര്യവും ബഹുമാനരായ സന്ദേശം നൽകുന്ന ആളുകളെ ഹൃദയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ യോഗത്തിന് അല്പസമയം സംസാരിക്കുവാൻ തക്കവണ്ണം ഈ സമയം പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ എം കുര്യൻ തോമസ് മണർകാട് അവരുടെ ക്ഷണിച്ചു. എതിരായ വൈദികരെയും വിശ്വാസികളുടെ കഴിഞ്ഞ ജൂലൈ മാസം 3-ാം തീയതി സുപ്രീം കോടതിയുടെ വിധിയുടെ വിശുദ്ധീകരണ യോഗമായിട്ട് നടക്കുന്നത്. മലങ്കര സഭയ്ക്ക് ഇതുപോലെ ഒരു നല്ല വിധി
ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അത്രമാത്രം കറ തീർന്ന ഒരു വിധിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദീകരണത്തെപ്പറ്റി തിരുവനന്തപുരത്ത് മനസ്സിലാക്കുന്നതാണ്. ഈ കേസും കാര്യങ്ങളൊക്കെ ആദ്യസംഭവം ഭാവം എറണാകുളത്ത് താമസിച്ച് നടത്തിയ കാര്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയുണ്ട്. അതിനുശേഷം അഭിമന്യ സേവറീസ് കൊണ്ട് ഡൽഹിയിൽ പോയി താമസിച്ച് പഠിപ്പിച്ച് ഈ കേസുകൾ പഠിപ്പിച്ച് ഇത്രമാത്രം നല്ലൊരു വിധി നമുക്ക് ലഭിച്ചതിൻ്റെ കഠിനാധ്വാനം അഭിമന്യനായ സേവറീസിനുവേണ്ടിയാണ്. ഈ പ്രത്യേകമായിട്ട് അഭിമന്യ തിരുമേനിയെ അനുമോദിക്കുന്നു. നമ്മൾക്കെല്ലാവർക്കും ഒന്നിയേർന്ന് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള അവസരമാണ്. പ്രതിസന്ധികളെല്ലാം മാറി സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധിക്കും. അതിൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവായോടും അഭിമന്യ പ്രാർത്ഥനത്തിന്മാരോടും വിധേയത്വവും ഭക്തിയും കാണിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമെങ്കിൽ നമ്മൾക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മളെല്ലാവരും ഉയർവേദ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രാർത്ഥന സമയത്ത് തീരുമാനിക്കുന്നു. സഭയുടെ സമാധാന സമിതി അംഗം ഇടവകയുടെ മുൻ വികാരിയായിരുന്നു സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട സി ജോർജ് അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്നു. അഭിമന്യ സേവറീസ് തിരുമേനി, മറ്റൊരു ശിക്ഷാർത്ഥികളെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം. ശ്രീ കുര്യൻ തോമസ് നമ്മുടെ ഈ വിധിയെക്കുറിച്ച് പല ഭാഗങ്ങളും സ്പർശിക്കുകയുണ്ടായി. ഇന്ന് ഈ വിധി മലങ്കര സഭയ്ക്ക് ഇതുപോലെ ഒരു വിധി നേടിയെടുക്കുവാനായിട്ട് സാധിച്ചതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഇങ്ങനൊരു വിധി നേടിത്തന്നത് അഭിമന്യ സേവറീസ് തിരുമേനിയാണെന്നുള്ളത് വളരെയധികം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഈ അവസരത്തിൽ തിരുമേനിയെ ഞങ്ങളെല്ലാവരും അനുമോദിക്കുകയാണ് ചെയ്യുന്നത്. സഭയുടെ ഭരണഘടനയെക്കുറിച്ചും നമ്മുടെ പള്ളികളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ശവസംസ്കാരം നടത്തുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് വിധിയിൽ കൂടി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അഭിമന്യ തിരുമനസിൻ്റെ വാക്കുകൾ കേൾക്കുവാനായിട്ടാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുക, അടുത്ത കാലത്ത് അഭിമന്യനായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത ഒരു പുതിയ സംഗതി കണ്ടുപിടിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ബസേലിയോസ് മാർത്തോമ പൗലോസ് ബാബ തിരുമേനിയുടെ SSLC ബുക്കിൽ ജേക്കബൈറ്റ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന്, അതുകൊണ്ട് നമ്മളെല്ലാവരും യാക്കോബായക്കാരാണ് എന്ന് ഗ്രിഗോറിയോസ് തിരുമേനി പ്രസ്താവിക്കുകയുണ്ടായി. ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ചൊരു കമന്റ് അത് ഞാൻ പറയുന്നില്ല. 1934 ഭരണഘടന പ്രകാരം അതിൻ്റെ അധ്യായം 1-ാം അധ്യായം 3-ാം ഖണ്ഡികയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഓർത്തഡോക്സ് സുറിയാനി സഭയെ ചില കാരണങ്ങളാൽ പിശകായി യാക്കോബായ സഭ എന്നുകൂടെ പറഞ്ഞിരിക്കുന്നത് പോലെ മലങ്കര സഭയും അതേ കാരണങ്ങളാൽ യാക്കോബായ സഭ എന്നുകൂടെ പറഞ്ഞു വരുന്നുണ്ടെങ്കിലും അതിനുള്ള പൂർവികമായ സാക്ഷാൽ പേര് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നാകുന്നു. പിശകായിട്ട് പറയുന്നതാണെങ്കിൽ തന്നെയും ഇതിൻ്റെ പൂർവികമായിട്ടുള്ള പേര് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് 1934 ഭരണഘടനയിലെ 1-ാം അധ്യായം 3-ാം ഖണ്ഡികയിൽ വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ തിരുമേനി എന്താ പുതുതായിട്ട് കണ്ടുപിടിച്ചത്? അതിനകത്തൊരു കമന്റ് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടത് എനിക്ക് വലിയ സങ്കടം തോന്നി. ഞാൻ പറയുന്നത് തെറ്റാണ് എങ്കിലും ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഇങ്ങനെ പറഞ്ഞ ഒരു ലെറ്റർ കണ്ടു. അപ്പോൾ സേട്ടബാബ തിരുമേനി അവിടെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ജോസഫേ, നീ എന്നാൽ എൻ്റെ SSLC ബുക്കിനെ കുറിച്ച് ചോദിക്കാതെ ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞതായിട്ട് അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള എൻ്റെ ഒരു ബന്ധു കൂടിയായ നിരണത്തൊരു 5 പള്ളികളുടെ അധീപനായ നിരണത്തെ കൂർലോസ് മെത്രാന് അടുത്ത കാലത്ത് ഒരു കണ്ടുപിടുത്തം ഉണ്ടായി. ഓർത്തഡോക്സുകാരെ ജഡ്ജിമാർക്ക് വേണ്ടതാണ് കൊടുത്തുകൊണ്ടാണ്
വിധി മേടിച്ചത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അല്ലെങ്കിൽ ബന്ധുവായ കൂർലോസിന് പേര് പറയുകയുണ്ടായി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു അപ്പോസ്തലനായും യാമപ്രാർത്ഥനകളും മറ്റും നടത്തേണ്ട സന്ദർഭത്തിൽ സ്റ്റഡി ക്ലാസുകൾ നടത്തിക്കൊണ്ടുപോയി ചീഫ് പോപ്പുലാരിറ്റി നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന അഭിനന്ദ തിരുമേനി ഒന്നും കൂടെ കാച്ചിട്ടുണ്ട്. ഓർത്തഡോക്സുകാർ പൂ ചോദിച്ചു, കോടതി ഒരു പൂന്തോട്ടം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, സത്യം എന്താണ്? പൂ ചോദിച്ചത് ആരാണ്? ഓർത്തഡോക്സുകാരല്ല, യാക്കോബായക്കാരാണ്. യാക്കോബായക്കാർ പൂ ചോദിച്ചു. എന്നാൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ദൈവനിയോഗപ്രകാരം ഒരു പൂന്തോട്ടമാണ് ലഭിച്ചത്. അത് ദൈവ കരുതലാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സാക്ഷാൽ പർദീസായാകുന്ന ഏതൻ തോട്ടം പണ്ട് നഷ്ടപ്പെട്ടെങ്കിലും നോമ്പും നമസ്കാരവും ജാഗരണവും ഉപവാസവും ഒക്കെ നടത്തി വരുന്ന പിതാക്കന്മാരുടെ ഈ സഭയ്ക്ക്, ഈ ജനങ്ങൾക്ക്, മലക്കര ഓർത്തഡോക്സ് സഭയ്ക്ക് പർദീസായാകുന്ന പൂന്തോട്ടം ദൈവം തമ്പുരാൻ ഇപ്പോൾ വെച്ച് നീട്ടി തന്നിരിക്കുകയാണ്. അവരത് അംഗീകരിച്ചാൽ അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പക്ഷേ ഈ വിധി കൊണ്ട് രക്ഷപ്പെട്ട നമ്മുടെ തന്നെ വേറൊരു മെത്രാച്ചനുണ്ട്. യാക്കോബായ സഭയിലെ കോട്ടയം മെത്രാച്ചന്റെ മെത്രാപ്പോലീത്ത അദ്ദേഹത്തിനാണ് ഈ വിധി കൊണ്ട് ഇപ്പം വളരെ വിജയം ലഭിച്ചിരിക്കുന്നത് എന്ന് പാത്രീസുകാർക്കും ആ വിഭാഗത്തിലുള്ളവർക്ക് അറിയാവുന്നതാണ്. ഞാനെൻ്റെ വാക്കുകളെ ഉപസരിക്കുകയാണ്. മടിക്കാത്ത കുറെ മെത്രാന്മാരുടെയും വൈദികരുടെയും സംഘമായിട്ട് ഇന്ന് യാക്കോബായ വിഭാഗം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഭാമക്കളെ, നിങ്ങൾ മാതൃസഭയെയും സത്യത്തെയും മനസ്സിലാക്കി സാധിക്കുവാനായിട്ട് നിങ്ങളുടെ കണ്ണുകളെ അവർ ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുര്യദോസ് പറഞ്ഞതുപോലെ തെറ്റായ പ്രചരണങ്ങളിൽ കൂടെ ശക്തമായ ഒരു ശ്രേഷ്ഠമായ ഒരു വിധിയെ വിശകലനം ചെയ്തുകൊണ്ട് അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിധിയിൽ കൂടെ നിങ്ങളുടെ കണ്ണുകളെ വീണ്ടും തുറപ്പിച്ചിരിക്കുകയാണ്. സത്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നിലനിൽക്കണം എന്ന് മാത്രം ഉത്ബോധിപ്പിച്ചുകൊണ്ട് അഭ്യുദയ ദേവദേശിയുടെ വാക്കുകൾക്ക് വേണ്ടി നമുക്ക് ശ്രമിക്കാം. ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്. നമ്മുടെ സഭാ കേസിൻ്റെ ഏറ്റവും അമരത്തിരുന്ന കാര്യങ്ങളൊക്കെയും ഭംഗിയായിട്ട് നയിച്ച അഭിയുന്ന സേവനയെ ആദരിക്കുവാൻ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ സമ്മേളനത്തിൽ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ അഭിയുന്ന തിരുമേനിക്ക് KV എബ്രഹാം കുടുംബത്ത് ഹരാർപ്പണം നടത്തി സ്വീകരിക്കുന്നു. അതേ തുടർന്ന് വന്യ തിരുമേനി ഇന്നത്തെ യോഗത്തിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തും.